നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കറാച്ചി വരെ വിറച്ച ഭൂചലനം. ബുധനാഴ്ച പാകിസ്ഥാനിൽ നടന്ന ദുരന്തം ഇന്ത്യക്ക് നേരെ വാളെടുത്തതിന് പ്രകൃതി നൽകിയ മറുപടിയെന്ന് ഇന്ത്യക്കാർ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാനിലുണ്ടായ ഭൂചലനത്തിന് പിന്നിൽ പാക് ഭരണകൂടമെന്ന ആരോപണം ഉയരുന്നു. പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തിയെന്നാണ് അമേരിക്ക സംശയം പ്രകടിപ്പിക്കുന്നത്. ഇന്ത്യയും നിരീക്ഷിക്കുന്നത് അതുതന്നെയാണ്. ബുധനാഴ്ച രാത്രി പാകിസ്ഥാനിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. ഇന്ത്യ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ മിസൈൽ പരീക്ഷണം നടത്തിയ ടീംസാണ് പാക് സേന. മാത്രമല്ല, ആണവായുധം പ്രയോഗിക്കുമെന്ന് നിരന്തരം വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട്. ഈ ഘട്ടത്തിൽ പാകിസ്ഥാനിൽ സംഭവിച്ചിരിക്കുന്നത് സ്വാഭാവിക ഭൂചലനം തന്നെയാണോ, അതോ ആണവ പരീക്ഷണം നടത്തിയതിന്റെ പ്രകമ്പനം കൊണ്ടുണ്ടായ ഭൂചലനമാണോ എന്ന് ഇന്ത്യ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. IB റോസ് സംഘങ്ങളിലെ ചാരന്മാർ ഇപ്പോൾ പാകിസ്ഥാനിലെ പലയിടങ്ങളിലായി ഇറങ്ങി എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി പ്രകാരം ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് പാകിസ്ഥാനിൽ നേരിയ ഭൂകമ്പമുണ്ടായത്. ഖൈബർ പക്തൂൺഖയിലെ സാത്വിയിലാണ് ഭൂകമ്പമുണ്ടായത്. എന്നാൽ ഇത് ആണവ പരീക്ഷണമാണോ എന്ന് സംശയം വർദ്ധിപ്പിക്കുകയാണ്. വ്യോമപാതകൾ എല്ലാം അടച്ചുപൂട്ടുകയും ഖൈബർ പക്തൂൺഖ തുടങ്ങിയ മേഖലകളിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചും പൊടുന്നനെ ഒരു നീക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയിരുന്നു. കറാച്ചി വരെ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം ഉണ്ടായി. ഇതുകൂടാതെ നിർണായക നീക്കം കൂടി പാക് ഭരണകൂടം നടത്തിയിരുന്നു. പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന തിരക്കിട്ടുള്ള നീക്കമായിരുന്നു ഇതെല്ലാം. വിഷയത്തിൽ ഇന്ത്യയുടെ സംശയവും ബലപ്പെടുകയാണ്. ചൈനയിൽ നിന്ന് പല സഹായങ്ങളും പാകിസ്ഥാന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നടന്നിരിക്കുന്നത് ആണവ പരീക്ഷണമാണെങ്കിൽ പിന്നിൽ ചൈനയുടെ സഹായം ഉണ്ടെന്ന് ഇന്ത്യ ഉറപ്പിച്ചു പറയുന്നു. സംശയിക്കാൻ മറ്റു ചില കാരണങ്ങളുമുണ്ട്. കറാച്ചിയിൽ അടുത്തിടെ സഹായങ്ങളുമായി ചൈന തുർക്കി വിമാനങ്ങൾ എത്തിയിരുന്നു. അതായത് ആയുധ കൈമാറ്റം നടന്നു എന്നുള്ള ആരോപണമാണ് അന്ന് ഉയർന്നു വന്നത്. നടന്നത് ആയുധ കൈമാറ്റമാണോ, അതോ അന്ന് കറാച്ചിയിൽ ചൈനീസ് ആണവ ശാസ്ത്രജ്ഞർ ഇറങ്ങിയോ എന്നുള്ള സംശയവും ഉടലെടുക്കുന്നു. ചൈനയിൽ നിന്ന് പലരും പാകിസ്ഥാനിലേക്ക് വന്നു പോകുന്നുണ്ട്. പാക്കിൽ വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ചൈന, പല നിർമ്മാണ പദ്ധതികൾക്കും ഒക്കെയായി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാണ് ചൈനീസ് ഉദ്യോഗസ്ഥർ വന്നു പോകുന്നത് എന്ന വാദമാണ് പാക് ഭരണകൂടം ഉയർത്തുന്നത്. ഇന്ത്യ പാക് പോർവിളി ഉയർന്നത് മുതൽ തന്നെ, അതായത് പഹൽഗാം ആക്രമണം നടന്നതിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിഞ്ഞ ഘട്ടം മുതൽ തന്നെ വലിയ തോതിൽ ചൈനയിൽ നിന്ന് പലരും പാകിസ്ഥാനിലേക്ക് വരുന്നുണ്ട്. ഇത് സംശയത്തോടെ തന്നെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. പല ആയുധങ്ങളും ഇതിനോടകം തന്നെ ചൈന പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട്. ഇന്ത്യ ഒരാക്രമണം തുടങ്ങിയാൽ തിരിച്ചടി അതിശക്തമായി കൊടുക്കണം എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ചൈന ഈ ആയുധങ്ങൾ കൈമാറിയിരിക്കുന്നത്. അതുകൂടാതെ സാമ്പത്തിക സഹായവും ഈ അടുത്ത് ഇന്ത്യ പാക് പോർവിളി ഉയർന്നതിന് ശേഷം വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം പാകിസ്ഥാന് ചൈന നൽകിയിട്ടുണ്ട്. മുൻപ് ഇറാൻ ഇസ്രയേൽ യുദ്ധം ഉണ്ടാകുമെന്ന ഘട്ടം വന്നപ്പോൾ അന്ന് ടെഹ്റാനിൽ ഇതുപോലെ ഒരു ഭൂചലനം ഉണ്ടായിരുന്നു. അന്ന് നടന്നത് ആണവ പരീക്ഷണമാണെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു. ഇതേ സംശയമാണ് അമേരിക്ക പാകിസ്ഥാൻ ഭൂചലനത്തിലും ഇപ്പോൾ ഉയർത്തുന്നത്. ഈ വിഷയത്തിൽ എന്തായാലും പാകിസ്ഥാനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യക്ക് നേരെ ഒരാക്രമണത്തിന്, അതും ഒളിഞ്ഞു നിന്നോ മറഞ്ഞു നിന്നോ എങ്ങനെയെങ്കിലും ഒരാക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നുണ്ട്. നേർക്ക് നേർ നിന്ന് ഇന്ത്യയെ നേരിടാൻ പാകിസ്ഥാൻ ഒരു കാലത്തും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഭീകരരെ ഇറക്കിയാണ് പല ആക്രമണങ്ങളും ഇതിനോടകം തന്നെ കശ്മീരിലും ഇന്ത്യയുടെ പല ഭാഗത്തും പാകിസ്ഥാൻ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആണവ പരീക്ഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതും ഇന്ത്യയെ ലക്ഷ്യമിട്ട് തന്നെയാണ്. എന്നാൽ എന്തോ ഒരു ചതി ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ പ്രയോഗിക്കാൻ പോകുന്നുണ്ട് എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങളും കേന്ദ്രത്തിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ നിരീക്ഷണം തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. അതിർത്തികൾ എല്ലാം തന്നെ സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ചാരന്മാർ പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിലായി ഉണ്ട്. ഇവർ അന്വേഷിക്കുന്നതും ഇപ്പോൾ നടന്നിരിക്കുന്ന ഭൂചലനം അത് ആണവ പരീക്ഷണത്തിന്റെ പ്രകമ്പനമാണോ എന്ന് തന്നെയാണ്. പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തിയതിന്റെ ഫലമാണ് ഭൂചലനമെന്ന വാദത്തെ പാക് മന്ത്രിമാർ ഇപ്പോൾ പാടെ തള്ളിക്കളയുകയാണ്. പാകിസ്ഥാനിൽ ഭൂചലനങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും ഏപ്രിൽ 12-ന് ഇതേ മേഖലയിൽ 5.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി എന്നും പാക് ഭരണകൂടം മറുപടി നൽകുന്നത്.
പാകിസ്ഥാന്റെ ഫോൾട്ട് ലൈൻ സ്ഥാനം കാരണം ഇടയ്ക്കിടെയുള്ളതും നാശനഷ്ടങ്ങൾ വരുത്തുന്നതുമായ ഭൂകമ്പങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. പാകിസ്ഥാൻ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. കാരണം അതൊന്നിലധികം പ്രധാന ഫോൾട്ട് ലൈനുകൾക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഈ പ്രദേശത്തെ ഇടയ്ക്കിടെയുള്ളതും പലപ്പോഴും വിനാശകരവുമായ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുള്ളതാക്കുന്നു. ചരിത്രത്തിലുടനീളം പാകിസ്ഥാൻ കാര്യമായ ഭൂകമ്പ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. വാർത്താ ഏജൻസിയായ ANIയുടെ റിപ്പോർട്ട് പ്രകാരം 2 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളുടെ യുറേഷ്യൻ ഇന്ത്യൻ പ്ലേറ്റുകളുടെ സംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ പാകിസ്ഥാൻ ഭൂമിശാസ്ത്രപരമായി സവിശേഷമായ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. ബലൂചിസ്ഥാൻ, ഫെഡറൽ ഭരണത്തിലുള്ള ഗോത്ര പ്രദേശങ്ങൾ, ഖൈബർ പഖ്തൂൺഖ, ബാൾട്ടിസ്ഥാൻ എന്നീ പ്രദേശങ്ങൾ യുറേഷ്യൻ പ്ലേറ്റിന്റെ തെക്കേ അറ്റത്ത് ഇറാനിയൻ പീഠഭൂമിയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനു വിപരീതമായി സിന്ധ്, പഞ്ചാബ്, പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കശ്മീർ എന്നീ പ്രവിശ്യകൾ ഇന്ത്യൻ ഫലകത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ദക്ഷിണേഷ്യയുടെ ടെക്ടോണിക് ചട്ടക്കൂടിന്റെ ഭാഗമാണ്. അതിനാൽ 2 ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുമ്പോൾ ഈ പ്രദേശം ശക്തമായ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുള്ളതാകുന്നു. അത്തരത്തിലുള്ള ഒരു ഭൂചലനമാണിപ്പോൾ നടന്നിരിക്കുന്നതെന്നും അല്ലാതെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് പോലെ ഇതൊരു ആണവ പരീക്ഷണം നടത്തിയതിന്റെ പ്രകമ്പനമല്ല എന്നുമാണ് പാകിസ്ഥാൻ പറയുന്നത്. എന്നാൽ പൂർണ്ണമായും ഇത് മുഖവിലേക്കെടുക്കാൻ ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിരീക്ഷണം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. ഇതുമാത്രമല്ല, ഇന്ത്യക്കെതിരെ അണിയറയിൽ ചില നീക്കങ്ങൾ നടത്തുകയാണിപ്പോൾ പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സൈനിക നടപടികൾക്ക് നീക്കം തുടങ്ങിയതായി പാകിസ്ഥാൻ ആശങ്കയുണ്ട്. ഇതിനു പിന്നാലെയാണ് പുതിയ നിയമനം. ആദ്യമായാണ് ISI മേധാവി പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി എത്തുന്നത്. ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിന് അധിക ചുമതലയാണ് നൽകിയിരിക്കുന്നത്. 2022 ഇമ്രാൻഖാൻ സർക്കാർ പുറത്താക്കപ്പെട്ട ശേഷം പാകിസ്ഥാന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവില്ലെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് അസീം മാലിക് പാക് രഹസ്യാന്വേഷണ ഏജൻസിയുടെ ചുമതലയിലെത്തിയത്. ദേശീയ സുരക്ഷ, വിദേശനയം, തന്ത്രപരമായ കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രധാന ഉപദേഷ്ടാവായി പ്രവർത്തിക്കുക എന്നതാണ് അസീം മാലിക്കിന്റെ അധിക ചുമതല. ഒരു ഫെഡറൽ മന്ത്രിക്ക് തുല്യമായ പദവിയാണ് ISI വഹിക്കുന്നത്. ഇസ്ലാമാബാദിലെ പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്ന ദേശീയ സുരക്ഷാ വിഭാഗത്തിന്റെയും തലവനാണ് ഉപദേഷ്ടാവ്. ISI ഡയറക്ടർ ജനറൽ ആകുന്നതിന് മുൻപ് അസീം മാലിക് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. നിയമപരവും അച്ചടക്കപരവുമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക ഭരണമായ കാര്യങ്ങളുടെ മേൽനോട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതല. പാകിസ്ഥാൻ ഒരു ചതിപ്രയോഗത്തിന് ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ ഇന്ത്യക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. പടിഞ്ഞാറൻ അതിർത്തിയിൽ അത്യാധുനിക ജാമിംഗ് സംവിധാനങ്ങൾ വിന്യസിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഏപ്രിൽ 30 മുതൽ മെയ് 23 വരെ പാക് വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി വ്യോമാതിർത്തി അടച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്നതിനായി ഇന്ത്യ ജാമിംഗ് സംവിധാനങ്ങൾ വിന്യസിച്ചത്. ഇന്ത്യൻ നീക്കം പാക് വിമാനങ്ങളുടെ ദിശാ നിർണയശേഷിയും ആക്രമണശേഷിയും ഗണ്യമായി കുറയ്ക്കുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. GPS, GLONASS, ബെയ്ഡ എന്നിവയുൾപ്പെടെ ഒന്നിലധികം ഉപഗ്രഹാധിഷ്ഠിത നാവിഗേഷൻ പ്ലാറ്റ്ഫോമുകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യൻ ജാമിംഗ് സംവിധാനങ്ങൾക്ക് കഴിയും. ഇവയെല്ലാം പാകിസ്ഥാൻ സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കി. ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതുൾപ്പെടെ ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിച്ചതോടെ പാകിസ്ഥാൻ അടിയന്തരമായി വ്യോമമേഖല അടച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വ്യോമമേഖല അടച്ച് ഇന്ത്യ പ്രതിരോധം വീണ്ടും കടുപ്പിച്ചത്. പാകിസ്ഥാൻ എയർലൈൻസ് വിമാനങ്ങൾക്കും പാകിസ്ഥാനിലേക്ക് സർവീസ് നടത്തുന്ന കമ്പനികൾക്കും ഇന്ത്യൻ വ്യോമപാത ഉപയോഗിക്കാനാകില്ല. കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഒരാക്രമണം അത് ഉണ്ടാകും എന്നുള്ള ഘട്ടമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.